മമ്മ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് ഞാൻ ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? സൂപ്പർ കുട്ടി, വെരി ബ്യൂട്ടിഫുൾ. നിന്റെ ഉടുപ്പായിരിക്കും ഇന്ന് സ്കൂളിലെ ഏറ്റവും വില കൂടിയതും അടിപൊളിയുമായിട്ടുള്ള ഉടുപ്പ്. മമ്മ ഗിഫ്റ്റ് റെഡിയാക്കിയോ? നീതു മോൾക്ക് കൊടുക്കാനുള്ള പണി ഗിഫ്റ്റ് അതൊക്കെ എപ്പോഴേ റെഡി കുട്ടി, ഇന്നാ കണ്ടോ? പാമ്പോ? ഇതിനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും അമ്മ? നോ. പൊന്നു കുട്ടി, ഇത് ഒറിജിനൽ അല്ല, ഫേക്ക് പാമ്പാ. ഇതേ കളിക്കുന്ന പാമ്പാ, പ്ലാസ്റ്റിക്കാ. എന്നാലും കണ്ടിട്ട് പേടിയാകണം മമ്മി. നീ പേടിക്കേണ്ട കുട്ടി, ഞാനതിന് ഇങ്ങനെയല്ലല്ലോ തന്നു വിടുന്നത്. പൊതിഞ്ഞ് പെട്ടിയിലാക്കിയാ തന്നു വിടുന്നേ. നീ ഇത് നീതുമോക്ക് കൊടുത്താ മതി. ഓക്കെ മമ്മി. അല്ല, ടീച്ചർ വഴക്ക് പറയോ? വഴക്ക് പറയാൻ ഇത് ഒറിജിനൽ പാമ്പല്ലല്ലോ, ഫേക്ക് അല്ലേ. ടീച്ചർ ഇതൊരു ഫണ്ണായിട്ട് എടുത്തോളും. നീ പേടിക്കണ്ട, നീ ഇതവക്ക് കൊടുത്താ മതി. ഓക്കെ മമ്മി, എന്നാ ഞാൻ പോയിട്ട് വരാം. എല്ലാരും സമയത്തിന് റെഡി ആയല്ലോ. 4 പേരുടെ ഗിഫ്റ്റും അമ്മ നല്ലപോലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ക്ലാസ്സിൽ വെച്ച് തുറക്കാൻ നിൽക്കണ്ട. അതെ, എങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടണേന്ന് അറിയില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങാനും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കരയും. അതൊന്നും വേണ്ട, വീട്ടിൽ വന്നിട്ട് തുറന്നാൽ മതി. അല്ലെങ്കിൽ ക്ലാസ്സിന് വെളിയിൽ വല്ല സ്കൂൾ ബസ്സിൽ വെച്ച് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. ശരി അമ്മ. എന്നാ ഇതെല്ലാം വേഗം ബാഗിലോട്ട് വെച്ചോ. സ്കൂൾ ബസ് തന്നെ മുമ്പ് ഇറങ്ങാൻ നോക്ക്. കാത്തൂനും ചൊക്കിക്കും പുതിയ ഉടുപ്പ് കൊടുത്തോണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാ ക്രിസ്മസ് സെലിബ്രേഷന് നേരത്തെ ഇട്ട ഉടുപ്പ് തന്നെ ഇടുന്നേ. അതേമേ, ഈ ഉടുപ്പൊക്കെ അവിടെ എല്ലാവരും കണ്ടതാ. എന്നാലും സാരമില്ല, നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ലേ. ഇത് നേരത്തെ ഇട്ടതാണെന്ന് തോന്നിയും കൂടിയില്ല. നല്ല അടിപൊളി ഉടുപ്പാ. 4 പേരും ഇട്ടേക്കണേ. ഇത് മതി. പാവം കാത്തു, അവരെന്തായാലും ഇന്ന് പുതിയതിട്ടിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടാവും. പാവം പിള്ളേര്, അത് മതി. കൊള്ളാമോ അമ്മേ? കൊള്ളാമോന്നോ? സുന്ദരിയായിരിക്കുന്നു എന്റെ മോള്. എന്റെ ദൈവമേ, നല്ല വിലയുള്ള ഉടുപ്പാന്നാ കണ്ടിട്ട് തോന്നുന്നേ. ആദ്യമായിട്ടല്ലേ നീ ഇത്രയും വിലയുള്ളത് ഇടുന്നത്? നല്ല അടിപൊളി ഉടുപ്പാ ചേച്ചി. എന്നാ ഇനി വൈകണ്ട, മോൻ സെലിബ്രേഷന് പോയിട്ട് വാ. ചൊക്കിനെ വേഗം കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ അംഗനവാടിയിൽ കൊണ്ട് ആക്കിയിട്ട് വരാം. എന്നാ ഞാൻ ഇറങ്ങും അമ്മേ. അമ്മ എപ്പോഴാ ജോലിക്ക് പോണേ? ഇവളെ അംഗനവാടി വിട്ടിട്ട് ഞാൻ ഉടനെ ജോലിക്ക് പോകും. പിന്നെ അറിയാലോ, ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അമ്മ വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗിഫ്റ്റാ, മോനത് കൊടുക്കട്ടോ. ശരി അമ്മേ, എന്നാ ഞാൻ പോയേക്കുവാ. കുട്ടി, അടിപൊളി ഉടുപ്പാണല്ലോ കുട്ടി. അല്ല, ആ നീതുമോൾക്കുള്ള പണി ഗിഫ്റ്റ് കൊണ്ടുവന്നോ? ഓ, ഒന്ന് പതിയെ പറയണ്ട ബാഗി. മിസ്സുമാരെങ്കിലും കേട്ടിട്ട് വേണം പ്രശ്നം നോക്കാനായിട്ട്. സോറി കുട്ടി, ഞാൻ അറിയാതെ ചോദിച്ചതാ. എന്തായാലും എന്റെ ക്രിസ്മസ് ഫ്രണ്ടിന് നിനക്ക് ഞാൻ തന്നല്ലോ. നീ ആ ചോക്ലേറ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ചോക്ലേറ്റ് ബോക്സോ? ഏത് ചോക്ലേറ്റ് ബോക്സ്? നിന്റെ മമ്മി ഇന്നലെ പറഞ്ഞല്ലോ ക്രിസ്മസ് ഫ്രണ്ടിനെ മാറ്റി തന്നാല് പകരം ചോക്ലേറ്റ് ബോക്സ് തരാന്ന്. അത് നീ കൊണ്ടുവന്നില്ലേ? ഓ അതോ, അത് ഞാൻ നിനക്ക് തരാം. ആദ്യം ക്രിസ്മസ് ഫ്രണ്ടിനൊന്ന് ഗിഫ്റ്റ് കൊടുത്തോട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് ചോക്ലേറ്റ് ബോക്സ് തരാം കേട്ടോ. അയ്യോ നോക്കടി, ദേ കാത്തു വരുന്നത് നോക്കിക്കേ. ഇവളുടെ അമ്മ നിന്റെ വീട്ടിലെ ജോലിക്കാരിയല്ലേ? എന്നിട്ട് അവളുടെ ഉടുപ്പ് നോക്കി എന്തൊരു ഭംഗിയാ കാണാൻ. ഓ, അതാ നീതുമോള് കൊടുത്ത ഉടുപ്പാ. അവിടെ നിന്നടി. എന്താ കുട്ടി, നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്? കുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ മൈൻഡ് ചെയ്യണേ. ഇതിനു മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? അതാ ഞാൻ പോയത്. മനസ്സിലായടി. കണ്ടവരുടെ കയ്യിൽ നിന്ന് ഉടുപ്പ് തെണ്ടി വാങ്ങി ഇട്ടതിന്റെ ജാട. നിനക്കിത് ചേരുന്നില്ലടി. നിന്റെ ഈ ഉടുപ്പ് പൊട്ടയാ. നല്ലതാണോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ കുട്ടി. കൂടുതൽ അഹങ്കരിക്കണ്ട നീ. ഞാൻ ക്ലാസ്സിലേക്ക് പോകുക. ഞാൻ ഒരു വഴക്കിനും ഇല്ല. നാണയില്ലാതെ എന്നെ തോപ്പിക്കാൻ വേണ്ടി നീതു കൊടുത്ത ഉടുപ്പ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഇവളുടെ അമ്മ വീട്ടിൽ വരട്ടെ, അവർക്കിട്ടൊരു പണി കൊടുക്കണം. കുട്ടി, ഇപ്പൊ തന്നെ ബെല്ലടിക്ക്, നമുക്ക് ക്ലാസ്സിൽ കയറാം. വേഗം ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുത്തു കഴിഞ്ഞ ഉടനെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ് ബോക്സ് തരണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലടി കുണിക്ക് നിനക്ക് കിട്ടും ഗിഫ്റ്റ് എന്ന്. നിനക്ക് എന്തായിരുന്നു ഇന്നലെ കടയിൽ ചെന്നപ്പോഴേക്കും? ഇപ്പൊ എങ്ങനെയുണ്ട്? ഹാപ്പി ആയില്ലേ? അയ്യോ വേണ്ട, അമ്മ പറഞ്ഞതല്ലേ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതിന്ന്. ഇപ്പൊ തുറക്കണ്ട. അല്ല ചേച്ചി, ഒരു സംഭവം ഉണ്ടായി. എന്താടി നീതുമോളെ? എന്റെ പേര് കിട്ടിയത് ആർക്കാന്നോ? ആ കുട്ടിക്ക്. അവളെ എനിക്ക് ഗിഫ്റ്റ് തന്നേ. അവളോ? എന്നിട്ട് അവളുടെ ഗിഫ്റ്റ് നീ വാങ്ങിയോ? ചേച്ചി, ക്രിസ്മസ് ഫ്രണ്ട് ആരായാലും ഹാപ്പി ആയിട്ട് സ്വീകരിക്കണമെന്നല്ലേ മിസ് പറഞ്ഞത്. അതെന്ത് ഗിഫ്റ്റ് ആണെങ്കിലും പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അവളുടെ ഗിഫ്റ്റ് ഞാൻ വാങ്ങി. ഹാപ്പി ക്രിസ്മസും പറഞ്ഞിട്ട് പോയി. അവളുടെ മുഖം ഒരു കൊട്ട ഉണ്ടായിരുന്നു. എന്റെ പേര് കിട്ടിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നണേ. എന്നാലും കറക്റ്റ് ആയിട്ട് നിന്റെ പേര് എങ്ങനെ കിട്ടി? എനിക്കെന്താ സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്ത് സംശയം? നമുക്ക് വീട്ടിൽ പോയി തുറക്കാം. ഇനി വല്ല ബോംബാണോടി? ബോംബാണെങ്കിൽ അവിടെ വീട്ടിൽ ഇട്ട് പൊട്ടിക്കും ഞാൻ. ഓ, വർത്താനം പറഞ്ഞ് നിൽക്കണതല്ലാതെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇവള് തുറക്കുന്നില്ലല്ലോ. അത് തുറന്ന് ഇവളൊന്ന് പേടിക്കണം കണ്ടിട്ട് എനിക്ക് വീട്ടിൽ പോകായിരുന്നു. അവര് തുറന്നോളും. കുട്ടി, എന്റെ ചോക്ലേറ്റ് ബോക്സ് ഇതാ. ചോക്ലേറ്റ് ബോക്സോ? എന്തിന്? കുട്ടി മറന്നോ? ക്രിസ്മസ് ഫ്രണ്ടിന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ചോക്ലേറ്റ് ബോക്സ് തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ തന്നത്. നീ അത് വിശ്വസിച്ചോടി മണ്ടി. എന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ബോക്സ് നിനക്ക് കിട്ടിയത് തന്നെ. യു ചീറ്റ്.
ഒരു ചോക്ലേറ്റ് ബോക്സ് കാര്യം നടക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. നിന്നോട് ആര് പറഞ്ഞ് വിശ്വസിക്കാൻ? മാറി നിന്നേ. ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോട്ടെ, അവിടെ പല ക്രിസ്മസ് പരിപാടിയുണ്ട്, എനിക്കത് കാണണം. ടീയ വാടി, നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോകണ്ടേ? ഇവിടെ ടീയെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. നീതു ഇവളെ തീയക്കുട്ടിയുടെ ഫ്രണ്ട് അല്ലേ? ഇവളെന്തിനാ തീതുവിനെ വിളിക്കണേ? എന്താ മാഗി? നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിന്? നീ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിരുന്നു. ഞാൻ തീയക്ക് നിന്റെ പേര് കൊടുത്തതാ. അതെന്തിനാ അങ്ങനെ ചെയ്യരുതെന്ന് മിസ് പറഞ്ഞില്ലേ? അവളുടെ ഗിഫ്റ്റ് നീ തുറക്കരുത്, അതിന്റെ ഉള്ളിൽ എന്തോ പണിയാ. പണിയോ? എന്ത് പണി? നിന്റെ പേര് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എനിക്ക് ചോക്ലേറ്റ് ബോക്സ് തരാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ കാര്യം കഴിഞ്ഞപ്പോ അവൾ എന്നെ പറ്റിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സത്യം തുറന്നു പറഞ്ഞേ. നീയാൾ കൊള്ളാലോ, 2 അടി വെച്ച് തരിക വേണ്ടത്. മിസ്സിനോട് പറഞ്ഞു കൊടുക്കട്ടെ? പ്ലീസ് നിത്യേച്ചി, പറഞ്ഞു കൊടുക്കല്ലേ. ഈ ഗിഫ്റ്റ് നീ തുറക്കണ്ട, ഇതിലെന്തോ പണിയാ. നടക്കടി സ്റ്റാഫ് റൂമിലേക്ക്, നമുക്ക് മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ. ഇത് മോളെ അത് വേണ്ട ചേച്ചി. സ്റ്റാഫ് റൂമിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മമ്മീനെ അറിയാലോ, ടീച്ചർമാരെ വിളിച്ച് സോപ്പിടും. പിന്നെ എന്ത് ചെയ്യാന്നാ? തീയക്കും കിട്ടിയിട്ടുണ്ടല്ലോ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ്. ഇതിലെ ഗിഫ്റ്റ് അവളുടെ ഗിഫ്റ്റ് ആയിട്ട് മാറ്റി വെക്കാം. അവള് വീട്ടിൽ പോയി തുറക്കട്ടെ, അവള് തന്നെ നെട്ടട്ടെ. അതെങ്ങനെയാ? നമ്മ ഗിഫ്റ്റ് കൊടുത്ത് അവള് മാറ്റും. അതിനല്ലേ ഇവൾ. എടി മാഗി, ഞാൻ ഈ ഗിഫ്റ്റ് തരാം, നീ ടീയുടെ ബാഗിലെ ഗിഫ്റ്റ് എടുത്ത് ആ കവർ ഇതിന് പൊതിഞ്ഞ് അതിനകത്ത് വെക്കണം, അവൾ കാണാതെ. ഇല്ലെങ്കിൽ ഞാൻ മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, കംപ്ലൈന്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ മാറ്റി വെച്ചോളാം. ഓർമ്മയുണ്ടല്ലോ, ഈ ഗിഫ്റ്റിന്റെ കവർ എടുത്ത് മാറ്റിയിട്ട് വേണം അവളുടെ ഗിഫ്റ്റിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നും. ഇല്ല, ഞാൻ ചെയ്തോളാം. എടി തീയക്കുട്ടി, നീയാൾ കൊള്ളാലോടി, നിനക്കിട്ട് തരാടി ഞാൻ. ഓ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ചേച്ചി, നമുക്ക് ഓഡിറ്റോറിയത്തിൽ പരിപാടി കാണാൻ പോകാം. എന്തായാലും സ്കൂൾ വിടാതെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. എന്നാലും അവൾ ആ ഗിഫ്റ്റ് തുറന്ന് നെട്ടണത് കാണണ്ടേടി. എല്ലാരും വീട്ടിൽ പോയിട്ട് തുറന്നാൽ മതി എന്നല്ലേ മിസ് പറഞ്ഞത്? വീട്ടിൽ പോയിട്ട് അവൾ തുറക്കൂ, അവളുടെ അമ്മ അവളും കൂടി നെട്ടട്ടെ. അയ്യോ, കാത്തുവല്ലേ ഇത്? ഇവളെന്തിനാ കരഞ്ഞോണ്ട് വരുന്നത്? എന്ത് പറ്റി കാത്തു? നിനക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നില്ലേ? ഗിഫ്റ്റ് കിട്ടി, അത് ഞാൻ ബാഗിൽ വെച്ചു. പിന്നെ എന്തിനാ നീ കരയണേ? അത് ഞാൻ പരിപാടി കാണാൻ ഓഡിറ്റോറിയത്തിൽ പോയപ്പോ അതിന്റെ ഇപ്പുറത്തെ ഗ്രൗണ്ടിൽ ടീയക്കുട്ടി ഫ്രണ്ട്സ് നിന്നു. അവരെന്നെ ഒത്തിരി കളിയാക്കി. എന്ത് പറഞ്ഞു അവര് കളിയാക്കിയേ? ഈ ഉടുപ്പിട്ടിട്ട് എനിക്കൊട്ട് ചേരുന്നില്ലെന്നും ഞാൻ കരിവണ്ടിനെ പോലെ ഇരിക്കണേന്നൊക്കെ പറഞ്ഞു. നീ അത് കേട്ട് നിന്നോ? നല്ല മറുപടി കൊടുക്കണ്ടേ? നിന്നെ അങ്ങനെ വിളിച്ചത് ബോഡി ഷേമിങ്ങാ. നീ ടീച്ചറിന് കംപ്ലൈന്റ് ചെയ്യണ്ടേ? അവര് കുറെ പേരുണ്ടായിരുന്നു, എന്നെ അപമാനിച്ചു. എനിക്ക് ഇത്രയും നല്ല വില കൂടി ഉടുപ്പൊന്നും ചേരുന്നില്ലെന്നും കീറി ഉടുപ്പിട്ട് വരണോന്നൊക്കെ പറഞ്ഞു. നീ വിഷമിക്കണ്ട, അവക്കുള്ള പണി ഇപ്പൊ ഗിഫ്റ്റ് ബോക്സിലാക്കി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ക്രിസ്മസ് സെലിബ്രേഷന് വരരുതായിരുന്നു. ഞങ്ങളെ പോലെ പാവങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല സെലിബ്രേഷൻ ഒന്നും. അതാ അവരെന്നെ കളിയാക്കി. നീ ഇങ്ങനെ കരയാതെ. എന്തെങ്കിലും പറയുമ്പോ നീ കരയണ കൊണ്ട് അവര് കളിയാക്കുന്നേ. നീ നടക്ക്, അവർ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ചോദിക്കാം നിന്നെ എന്തിനാ കളിയാക്കിയെന്ന്. നീ അങ്ങോട്ട് നടക്ക്. അതൊന്നും വേണ്ട, നിങ്ങൾ വെറുതെ അവരോട് വഴക്കിടണ്ട. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നീ നടക്ക്, നമുക്ക് ഓഡിറ്റോറിയത്തിന്റെ അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് പോകാം. അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവളോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അത് തന്നെ, നീ വേഗം നടക്ക്, അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. കുണുക്കി അറിയാതെ പോലും ഗിഫ്റ്റ് മാറ്റാൻ കൊടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ. അവൾ വീട്ടിൽ പോയി തുറക്കട്ടെ.